ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സീതാദേവിയെ രാവണൻ അപഹരിച്ചു. ശ്രീരാമചന്ദ്രൻ്റെയും ലക്ഷ്മണൻ്റെയും സീത അന്വേഷണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. വളരെ ഹൃദയഭേദകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രന് ഉള്ളത്. രാമൻ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സീതയെ എന്ന് വിളിച്ചുകൊണ്ട് ബോധരഹിതനായി നിലത്ത് വീഴുകയും ചെയ്യുന്നുണ്ട്. വളരെ പാടുപെട്ടാണ് ലക്ഷ്മണൻ രാമനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ രാമൻ 4 പാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തം പുരണ്ട മുഖവുമായി ജടായുവിനെ കാണാനിടയായി. നീ സീതയെ തിന്നു അല്ലേ? നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ വധിക്കും. പക്ഷെ രൂപത്തിൽ കിടക്കുന്ന രാക്ഷസനല്ലേ നീ? ഒരസ്ത്രം കൊണ്ട് നിന്നെ ഞാൻ യമപുരിയിൽ അയക്കും. അങ്ങനെ രാമൻ പറഞ്ഞുകൊണ്ട് ആ പക്ഷിയെ വധിക്കുവാനായി രാമൻ തൻ്റെ വില്ലെടുത്തു. അപ്പോൾ രക്തം പുരണ്ട മുഖവുമായി കിടന്ന ജടായു എന്ന പക്ഷി രാമനോട് പറയുകയാണ്, അല്ലയോ രാമ, ഞാൻ രാക്ഷസനല്ല, ഞാൻ ജടായുവാണ്. സീതയ്ക്കു വേണ്ടിയാണ് ഞാൻ മരണമടഞ്ഞിരിക്കുന്നത്. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം സീതാദേവിയെ രക്ഷിക്കുവാൻ ശ്രമിച്ചതാണ്. ലങ്കയിലെ രാവണനാണ് അങ്ങയുടെ സീതയെ തട്ടിക്കൊണ്ടു പോയത്. നിങ്ങൾ സഹോദരന്മാർ 2 പേരും ഇല്ലാതിരുന്ന ആ സമയത്ത് രാവണൻ പർണശാലയിൽ എത്തിച്ചേരുകയും സീതയെ അപഹരിക്കുകയും ചെയ്തു. വൃദ്ധനായ ഞാൻ യുദ്ധം ചെയ്തു, അവനെ തടഞ്ഞു. രാമ, എനിക്ക് ജാനകിയെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. അങ്ങയെ കാണാമെന്ന് കരുതി മരിക്കാതെ ഞാൻ ഇതുവരെ കിടക്കുകയായിരുന്നു. രാവണൻ എൻ്റെ 2 ചിറകുകളും വെട്ടിക്കളഞ്ഞു. രക്തമൊഴുകി ഞാനിപ്പോൾ മരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല. നേരത്തെ മരിച്ചു പോയെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? പ്രാണൻ കിടന്നതു തന്നെ അങ്ങയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. നേരെ വന്നു നിൽക്കൂ രാമ, ഞാൻ അങ്ങയെ ഒന്ന് കാണട്ടെ. എനിക്കെല്ലാം അറിയാം. അവിടുന്ന് മഹാവിഷ്ണുവാണ്. ഇങ്ങനെ ജടായുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ 2 സഹോദരന്മാരും അതീവ ദുഃഖത്തോടു കൂടി കരഞ്ഞു. രാമൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. രാമൻ പറഞ്ഞു, പക്ഷിരാജ, അങ്ങൻ്റെ പിതാവാണ്. സീതയുടെ വിവരം എന്നോട് പറഞ്ഞ് എൻ്റെ ദുഃഖം അങ്ങ് തീർത്തുവല്ലോ. രാവണനോട് എനിക്കൊരു ദേഷ്യവുമില്ലായിരുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ സീതയെ അവൻ എന്തിനാണ് അപഹരിച്ചത്? അവൻ ഏതു വംശത്തിൽ ജനിച്ചു? എവിടെ ജീവിക്കുന്നു? എന്തിനാണ് എൻ്റെ ജാനകിയെ അവൻ അപഹരിച്ചത്? ശ്രീരാമചന്ദ്രൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ വളരെ പാടുപെട്ട് ആ പക്ഷി തല ഉയർത്തി ശ്രീരാമനോട് എല്ലാ കാര്യങ്ങളും പറയുവാൻ തുടങ്ങി. 14,000 രാക്ഷസന്മാരെ അങ്ങ് വധിച്ചില്ലേ? ലക്ഷ്മണൻ ശൂർപ്പണഖയെ ഉപദ്രവിച്ചില്ലേ? ആ കോപമാണ് രാവണനെ ഇങ്ങനെ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. വിശ്വസ്രവസിൻ്റെ പുത്രനാണ് രാജാവായ രാവണൻ. ബ്രഹ്മാവിൻ്റെ വരം കൊണ്ട് അവൻ മഹാ തേജസ്വിയായി. വിഷമിക്കരുത്, കരച്ചിലടക്കൂ. രാവണനെ വധിച്ച് അങ്ങ് ജാനകിയെ വീണ്ടെടുക്കും. എൻ്റെ വായിൽ അങ്ങ് ദയവു ചെയ്ത് തീർത്ഥം നൽകൂ. എല്ലാ പാപങ്ങളും തീർത്ത് ഞാൻ സ്വർഗത്തിലേക്ക് പോകട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ പക്ഷി കണ്ണടച്ചു. അപ്പോഴേക്കും പക്ഷിയുടെ മുഖത്തു നിന്നും രക്തം ഒഴുകി. മരണസമയത്ത് രാമലക്ഷ്മണന്മാരെ വന്ദിച്ചു. രാമൻ തീർത്ഥം കൊടുത്തു. അപ്പോൾ ആകാശത്തു നിന്നും ഒരു ദിവ്യരഥം അവിടേക്ക് എത്തുകയും
ആ രഥത്തിൽ കയറി ജടായു സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് ജടായു മോക്ഷം. രാമായണം പറയുന്നത് ജടായു മോക്ഷം കഥ ശ്രവിച്ചാൽ ധർമ്മജ്ഞാനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത്ര വിശേഷപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിനുശേഷം അങ്ങനെ ജടായു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം ശ്രീരാമചന്ദ്രൻ ജടായുവിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. പിതാവിന് തുല്യനാണ് ജടായു. സീതയ്ക്ക് വേണ്ടിയിട്ടാണ് ജടായു ജീവൻ അർപ്പിച്ചത്. വന്യജീവികൾ ഈ ശരീരം ഭക്ഷിച്ചാൽ ദുഷ്കീർത്തി ഉണ്ടാകും. ഇങ്ങനെ രാമൻ പറഞ്ഞതനുസരിച്ചിട്ട് ലക്ഷ്മണൻ അപ്പോൾ തന്നെ ദിവ്യമായ ഒരു അഗ്നികുണ്ഡം നിർമ്മിക്കുകയും ജടായുവിനെ ചിതയ്ക്കു മുകളിൽ വെക്കുകയും ചെയ്തു. അങ്ങനെ 2 സഹോദരന്മാർ കൂടി വിധിപ്രകാരം അഗ്നികർമ്മം ചെയ്തു. ഗോദാവരി ജലത്തിൽ ജടായുവിന് വേണ്ടിയിട്ടുള്ള തർപ്പണം ചെയ്തു. രാമനെ കണ്ടുകൊണ്ട് ആ പക്ഷി സ്വർഗത്തിലേക്ക് പോയി. എത്ര മനോഹരമായ ഭാഗ്യമുള്ള മരണമാണ് ആ പക്ഷിക്ക് ലഭിച്ചത് എന്ന് നമ്മൾ ഓർക്കുക. ഇനി രാമായണത്തിൽ പറയുന്ന മറ്റൊരു കഥയാണ് കബന്ധമുക്തി. അങ്ങനെ ജടായുവിൻ്റെ കർമ്മങ്ങളെല്ലാം നടത്തിയതിനു ശേഷം വീണ്ടും രാമനും ലക്ഷ്മണനും മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോഴേക്കും രാത്രിയായി. ശൂന്യമായ ഒരു ഗൃഹത്തിൽ അവർ 2 പേരും എത്തിച്ചേർന്നു. രാമൻ അല്പം ആശ്വസിച്ചു. കാരണം സീത എവിടെയുണ്ട് എന്ന ഒരു അറിവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു ആശ്വാസം വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ദുഃഖം കൊണ്ട് രാമൻ ബോധരഹിതനായി പോവുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബോധം വന്നതിനു ശേഷം രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഞാൻ ഗോദാവരി നദിയിൽ ജീവൻ ഒടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചിട്ട് ഈ രാമൻ അങ്ങ് കരയുകയാണ്. അങ്ങനെ 2 പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. രാത്രിയിൽ ഉറക്കമില്ല. ശ്വാസത്തിന് ഘനം കൂടി. ആ ഗൃഹത്തിൽ രാമൻ ഉപവസിച്ചു. രാമന്റെ വിരഹദുഃഖം വിവരിക്കാൻ സാധിക്കുന്നതല്ല. പ്രഭാതമായി. രാമൻ സീതയെ തേടി തെക്കോട്ട് നടന്നു. ആ ഗൃഹം വിട്ട് 2 വിളിപ്പാട് ദൂരെ എത്തി. 2 പേരും കുശവനത്തിൽ എത്തിച്ചേർന്നു. സിംഹം, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങൾ ആ വനത്തിൽ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. 2 സഹോദരന്മാരും ഒരു മരച്ചുവട്ടിലിരുന്നു. അതിസമർത്ഥനും ബുദ്ധിമാനുമാണ് ലക്ഷ്മണൻ. രാമനെ ഉണർത്തുന്ന ചില വചനങ്ങൾ ലക്ഷ്മണൻ അപ്പോൾ പറയുകയാണ്. പ്രഭു, എന്താണാവോ കണ്ണും കൈയുമൊക്കെ തുടിക്കുന്നു. വിഷമകരമായ ഈ കുശവനം കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. ഇങ്ങനെ ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു. അതൊരു ചെറിയ ഒരു രാമന്റെ ശക്തിയെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു. അങ്ങനെ 2 പേരും വീണ്ടും നടക്കുകയാണ്. ആ സമയത്ത് കബന്ധൻ വഴിക്ക് കുറുക്കെ കിടക്കുന്നു. കണ്ണും മൂക്കും കാതും ആ കബന്ധന്റെ വയറ്റിനുള്ളിലാണ്. കൈ 100 യോജന വിസ്താരത്തിൽ കിടക്കുന്നു. രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ കൈ 2ഉം നീട്ടിവെച്ച് ഈ കബന്ധൻ തടഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആഹാരമാണ്, എൻ്റെ കയ്യിൽപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് 2 കൈകളിലും രാമനെയും ലക്ഷ്മണനെയും കബന്ധൻ പിടിച്ചു. രക്ഷ നേടുന്നതിനായി അവർ 2 പേരും തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് കബന്ധന്റെ കൈകൾ മുറിച്ചു. അപ്പോൾ കബന്ധൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് പറയൂ എന്ന്. അപ്പോൾ
രാമനും ലക്ഷ്മണനും തങ്ങൾ ആരാണ് എന്നുള്ള വിവരം കബന്ധനോട് പറയുന്നു. തിരിച്ചു ലക്ഷ്മണൻ ചോദിക്കുന്നു, നീ ആരാണ്? എന്തിനാണ് നീ ഈ വനത്തിൽ ജീവിക്കുന്നത്? എങ്ങനെയാണ് നിനക്ക് ഇത്ര വികൃതമായ ഈ രൂപം ലഭിച്ചത്? എന്തിനാണ് നീ ഇപ്രകാരമൊക്കെ ചെയ്യുന്നത് എന്ന് ലക്ഷ്മണൻ ചോദിക്കുന്നു. ഇങ്ങനെ ലക്ഷ്മണൻ ചോദിച്ചപ്പോൾ കബന്ധന് പൂർവസ്മരണ ഉണ്ടായി. എന്നിട്ട് ഈ കബന്ധൻ പറയുകയാണ്, ഞാൻ കുബേരൻ എന്ന ഒരു അസുരനായിരുന്നു. ഞാൻ അതീവ സുന്ദരനായിരുന്നു. അതിൽ ഞാൻ വല്ലാതെ അഹങ്കരിച്ചു. സൗന്ദര്യ മതം പൂണ്ട് നടന്നു ഞാൻ. അങ്ങനെ എല്ലാ ദേവന്മാരെയും ഞാൻ നിന്ദിച്ചു. അപ്പോൾ ഒരു മുനി എന്നെ ശപിച്ചു. സ്വരൂപ ഭംഗി മുഴുവൻ നശിച്ച് വിരൂപനായി പോകട്ടെ എന്നാണ് എന്നെ ശപിച്ചത്. വിഷ്ണു രാമനായി അവതരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാണമേറ്റ് ശാപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കും എന്നുകൂടി എന്നോട് പറഞ്ഞു. എൻ്റെ മേൽ ക്രോധം തോന്നിയ ശനിദേവൻ വജ്രായുധം പ്രയോഗിച്ചു. അതിൻ്റെ ആഘാതത്തിലാണ് എൻ്റെ ശിരസ് ഉദരത്തിൽ പ്രവേശിച്ചത്. ഇപ്പോൾ ചലനശക്തിയുമില്ല. കിടന്നുകൊണ്ട് കിട്ടുന്നത് ഭക്ഷിക്കുന്നു. അതിനാണ് എൻ്റെ കൈകൾക്കു മാത്രം ഇത്ര നീളം ഉണ്ടായത്. രണ്ടു കൈകൾ രണ്ട് മലകൾ പോലെയാണ്. നീണ്ട കൈകൾ കൊണ്ട് ബഹുദൂരം വഴി തടയുന്നു. രണ്ടു കൈകൾക്കുള്ളിൽ വരുന്ന ആളുകളെ അല്ലെങ്കിൽ മൃഗങ്ങളെ എല്ലാവരെയും പിടിച്ചിട്ട് ഞാൻ എൻ്റെ വയറ്റിലാക്കുന്നു. നിന്ദ്യമായ രൂപവും നിന്ദ്യമായ ഭക്ഷണവും. അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് ശാപമോചനം ലഭിച്ചു. എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തിട്ട് ഞാൻ സ്വന്തം ലോകത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് രാമ, വനത്തിൽ എന്തിനാണ് ചുറ്റിത്തിരിയുന്നത്? അങ്ങനെ കബന്ധൻ ചോദിച്ചപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, രാവണൻ സീതയെ അപഹരിച്ചു. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ വഴി നടക്കുന്നത്. അപ്പോൾ കബന്ധൻ പറയുകയാണ്, രാമ, ഞാനൊരു മാർഗം ഉപദേശിക്കാം. എൻ്റെ ശരീരം ഇല്ലാതായാൽ ലോകത്തിലെ ഇരുട്ട് ഒഴിയും. ഈ രാക്ഷസ ശരീരം ഇല്ലാതെയായാൽ എനിക്ക് ഒരിടത്തും ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ അങ്ങേക്ക് വഴി ഉപദേശിക്കാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ചിത കൂട്ടി കബന്ധനെ ദഹിപ്പിച്ചു. ശരീരം കനൽക്കട്ടയായി. അതിൽ നിന്ന് ഒരു അത്ഭുത രൂപം ഉയർന്നു വന്നു. രണ്ടാമതൊരു സൂര്യനെ പോലെയായിരുന്നു ആ രൂപം. ആ പ്രകാശമൂർത്തി രാമനോട് പറഞ്ഞു, രാമ, ലക്ഷ്മണ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഋഷ്യമുഖത്തിൽ ചെന്ന് സുഗ്രീവനെ കാണുക. അദ്ദേഹം എല്ലാത്തിനും പരിഹാരമുണ്ടാക്കിത്തരും. ഇപ്പോൾ ഞാൻ പോകട്ടെ എന്ന് കബന്ധൻ രാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു. ശ്രീരാമചന്ദ്രന്റെ ദർശനത്താൽ കബന്ധന് സ്വർഗവാസം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ കബന്ധ മോക്ഷത്തിനു ശേഷം വീണ്ടും ഈ രണ്ട് സഹോദരന്മാരും മുമ്പോട്ട് നടക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നടന്ന് പമ്പാ നദിയുടെ തീരത്തെത്തിച്ചേർന്നു. അങ്ങനെ അവർ പമ്പാ നദിയുടെ തീരത്തുകൂടി നടക്കുകയാണ്. വളരെ മനോഹരമായ പ്രകൃതിയാണ്. ധാരാളം പക്ഷികളും മൃഗങ്ങളുമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആ പമ്പാ നദിയുടെ തീരത്ത് വസിക്കുന്നതായി രാമൻ കണ്ടു. രാമൻ സീതയെ ഓർത്തു. രാമന്റെ ദുഃഖസാഗരത്തിന് വേലിയേറ്റം ഉണ്ടായി. മൃഗങ്ങളെ, പക്ഷികളെ, നിങ്ങൾ എൻ്റെ സീതയെ കണ്ടുവോ എന്ന് രാമൻ അവരോട് വിളിച്ച് ചോദിച്ചു. രാവിലെ കുളിച്ച് തർപ്പണം ചെയ്ത് സുഗ്രീവനെ തേടി അവർ പുറപ്പെട്ടു. അങ്ങനെ രാമൻ
മാതംഗമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ചാണ് രാമൻ ശബരിയെ കാണുന്നത്. രാമനെ തേടിയിരിക്കുകയായിരുന്നു, രാമനെ കാത്തിരിക്കുകയായിരുന്നു മാതംഗമുനിയുടെ ശിഷ്യയായ ശബരി. മാതംഗമുനി ശബരിയോട് രാമനെ കാത്തിരിക്കുവാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ടാണ് ശബരി രാമനെ കാത്തിരുന്നത്. പഴങ്ങളും പൂക്കളുമൊക്കെ ശേഖരിച്ചുകൊണ്ട് എല്ലാ ദിവസവും രാമൻ എത്തുന്നുണ്ടോ എന്ന് നോക്കി ഇരിക്കുമായിരുന്നു ശബരി. ശബരി പറയുകയാണ്, ഞാൻ വളരെ കാലം മാതംഗമുനിയെ സേവിച്ചു. മുനി യഥാകാലം വൈകുണ്ഠത്തെ പ്രാപിച്ചു. പോകുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ തന്നെ കഴിയണം. രഘുപതി ശ്രീരാമചന്ദ്രൻ ഒരിക്കൽ ഇവിടെ വരും, അന്നു നീ ഇവിടെ ഉണ്ടാകണം. എന്നു നീ രാമനെ കാണുന്നുവോ അന്ന് നിന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും നീ മോചനം നേടും. രാമ, ശ്രീരാമ, രാഘവ, രഘുപതി, അങ്ങ് പ്രസാദിക്കണമേ, എനിക്ക് ദേഹഗതി നൽകണമേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശബരി താൻ ശേഖരിച്ചു കൊണ്ടുവന്ന പുഷ്പങ്ങൾ മണത്തു നോക്കി സുഗന്ധമുണ്ടോ എന്ന് ഉറപ്പുവരുത്തി സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് മാത്രം രാമന് അർച്ചന ചെയ്തു. അതിനുശേഷം താൻ ശേഖരിച്ചു കൊണ്ടുവന്നിരുന്ന പഴങ്ങൾ ഓരോന്നും രുചിച്ചു നോക്കി നല്ലതാണോ മധുരമുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് നല്ലതും മാത്രം ശ്രീരാമചന്ദ്രന് സമർപ്പിച്ചു. ശബരി കൊടുത്ത പുഷ്പങ്ങളും ശബരി കൊടുത്ത പഴങ്ങളും അമൃത് പോലെ ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചു. അങ്ങനെ നാരായണ സ്മരണയോടെ കൈ തൊഴുതുകൊണ്ട് ശബരി സ്വയം നിർമ്മിച്ച അഗ്നികുണ്ഡത്തിലേക്ക് നടന്നു. ശബരിയുടെ അസാമാന്യമായ ധൈര്യവും ഭക്തിയും രാമൻ കണ്ടു. രാമൻ അത്ഭുതപ്പെട്ടു. ആ ശരീരം കനൽക്കട്ടയായി. ആരെ സ്മരിക്കുമ്പോൾ മുക്തി ലഭിക്കുമോ ആ ശ്രീരാമചന്ദ്രനെ തന്നെ നേരിൽ കണ്ട് ശബരി ശരീരം വെടിഞ്ഞു. രാമപ്രസാദത്താൽ പാപം നശിച്ചു. ഹരേ കൃഷ്ണ. ഇതോടുകൂടി ആരണ്യകാന്ഡം ഇവിടെ അവസാനിക്കുന്നു. ശബരിയുടെ മോക്ഷത്തോടു കൂടിയാണ് ആരണ്യകാന്ഡം അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ശ്രീരാമചന്ദ്രൻ്റെ ഈ വിരഹ വേദന നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം വിങ്ങുന്നുണ്ടോ? ഒരു വലിയ ഭാരം നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? സീതാദേവി കരഞ്ഞു തളർന്ന് ആ അശോകവനികയിൽ ഇരിക്കുന്ന ആ കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? സീതാദേവിയുടെ കൂടെ കരയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? രാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്വന്തം വേദന കടിച്ചമർത്തിക്കൊണ്ട് ജ്യേഷ്ഠനു വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായി നിൽക്കുന്ന ആ അനുജനെ നിങ്ങൾക്ക് ബഹുമാനിക്കുവാൻ, സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം, നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.